ഓക്കെ ഗേസ്, ഇവിടെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇല്ലേ, എനിക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചു തന്നുട്ടാ. നമുക്കപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കി നോക്കാം. ഗൈസ്, ഇത് കണ്ടില്ലേ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ കുറച്ച് വണ്ടികളുണ്ട്. ഇതെന്തുട്ട് വണ്ടികളാ? ഈ വീഡിയോ ഒന്നാമത്തേന് ഭയങ്കര ലാഗിങ്ങാ, ഇടയ്ക്കിടയ്ക്ക് കട്ടാവുണ്ട്. ഗൈസ്, ഇത് കണ്ടില്ലേ, പന്നിയുടെ ഷേപ്പിലാ ആ വണ്ടിയുള്ള. ഇത് പന്നി വണ്ടിയാണോ? കണ്ടിട്ട് അതേപോലെ തോന്നുന്നുട്ടാ. ഇത് പിഗ് കാറാവും. സംഭവം കുഴപ്പമില്ലട്ടാ, നൈസായിണ്ട്. ഈ വണ്ടിയിൽ ഇരുന്ന് പോവാനേ നല്ല രസാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഫ്രാങ്ക്ലിനോടെ ചോദിച്ചു നോക്കാം ഇങ്ങനത്തെ വണ്ടി കിട്ടുമെന്ന്. കാരണം ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ കുറേ വണ്ടികളുണ്ട്, പല കളറിലും വണ്ടിയുണ്ട്. അതെ, നമുക്ക് ഈ വീഡിയോ ഓഫാക്കാം. അവൻ അയച്ചെന്ന വീഡിയോ ഭയങ്കര ലാഗാ. പക്ഷെ ആ വണ്ടി നൈസായിണ്ട് കേട്ടാ, പന്നിയുടെ ഷേപ്പിലാ ആ വണ്ടി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫ്രാങ്ക്ലിനോട് ചോദിച്ചു നോക്കാം. ഫ്രാങ്ക്ലിൻ പിന്നെ നമ്മുടെ ഫ്രണ്ടാണ്, എന്തായാലും എനിക്ക് ആ വണ്ടി തരും. എടാ ഫ്രാങ്ക്ലിന്, നീ നേരത്തെ ഒരു വീഡിയോ അയച്ചെന്നില്ലേ? എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടമായി, എനിക്കൊരു വണ്ടി വേണം. ആടെ ജാക്കേ, അതിനിപ്പോൾ എന്താ, ഞാൻ നിനക്ക് തരാലോ. നീ എനിക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് കൊണ്ടുതായോ, അതിന് പകരമായിട്ട് ഞാൻ ആ വണ്ടി തരാം. ആണോ? എന്നാൽ ശരി, ഞാനപ്പോൾ ഒരു സൂപ്പർ ബൈക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ നമ്മളെ ഫ്രാങ്ക്ലിനെ വിളിച്ചു. ഫ്രാങ്ക്ലിൻ എന്നോട് പറഞ്ഞതേ ഒരു മോഡിഫൈഡ് സൂപ്പർ ബൈക്ക് തരാൻ, അതിന് പകരമായിട്ട് ആ കാറ് തരാന്ന്. എന്നാൽ ശരി, നമുക്ക് ഷോറൂമിൽ പോയിട്ടേ ഒരു സൂപ്പർ ബൈക്ക് മേടിക്കാം. എൻ്റെ കയ്യിൽ പിന്നെ കുറച്ച് ക്യാഷ് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കൊരു സൂപ്പർ ബൈക്ക് മേടിക്കാം. എന്നിട്ടായാലും ആ ഫ്രാങ്ക്ലിൻ്റെ ബൈക്കില്ലേ, ബൈക്കാണോ കാറാണോ, പന്നിയുടെ ഷേപ്പിലുള്ള ആ വണ്ടി കാണാൻ നൈസായിണ്ട്, നമുക്കതങ്ങ് മേടിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളെ ഷോറൂമിലേക്ക് വന്നേക്കാം, നമുക്കിനി ഒരു സൂപ്പർ ബൈക്ക് മേടിക്കാം. ഇവിടെ സൂപ്പർ ബൈക്കൊന്നും ഇല്ലേ? ഇവിടെ ഇഷ്ടംപോലെ ബൈക്ക് ഉണ്ടാവും, നമുക്ക് ഏതെങ്കിലും ഒരു ബൈക്ക് സെലക്ട് ചെയ്യാം. ഏത് ബൈക്ക് മേടിക്കുക? ഞാനിപ്പോൾ ഇത് ആലോചിക്കണേ. ഡ്യൂക്ക് മേടിച്ചാലോ? ഡ്യൂക്ക് വേണ്ട. ഇവിടെ പിന്നെ ഹയാബൂസ ഉണ്ട്, തൽക്കാലം ഹയാബൂസ പർച്ചേസ് ചെയ്യാം. ഹയാബൂസ നൈസ് ബൈക്കാണ്. നമ്മളങ്ങനെ ആ ബൈക്ക് പർച്ചേസ് ചെയ്തു, ഇനി അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഹയാബൂസ. വണ്ടി പിന്നെ നൈസായിട്ട് കേട്ടാ. ഇനി നമുക്ക് ഈ ബൈക്ക് മോഡിഫൈ ചെയ്യാം, പെടയായിട്ട് മോഡിഫൈ ചെയ്യാം, ഇതിൻ്റെ അലോയ്സൊക്കെ മാറ്റാം. ഇതെന്തത്? ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഹലോ ചേട്ടന്മാരെ, എന്താ പ്രശ്നം? വഴിന്ന് മാറ്. എടാ ജാക്കേ, നമ്മൾ ഈ സിറ്റിയിലേ വലിയ ഗുണ്ടകളാ, അതുകൊണ്ട് തൽക്കാലം നിന്റെ വണ്ടി നമുക്ക് തന്നേക്ക്, ഇല്ലെങ്കിൽ കളി മാറും. നിനക്ക് ഞാൻ ആരാന്ന് ശരിക്കും അറിയില്ല. ശരി, നിങ്ങൾ ആള് കൊള്ളാലോ. നിങ്ങൾക്ക് പക്ഷേ ആള് മാറിപ്പോയി, നിങ്ങൾക്കറിയില്ല ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാന്ന്. എന്നിട്ടായാലും നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനും തീർത്തളയും. ഇതെന്തത്? ഇവൻ നമ്മളെ വെടിയേക്കാണല്ലോ. അത് ഇവന് വെറുതെ ഇട്ടാ ശരിയാവില്ല. നിങ്ങളതിനെ ജീവനോടെ ഉണ്ടായാലല്ലേ? ദേ കിടക്കണ അവിടെ, രണ്ടടിക്ക് തന്നെ വീണു. ഈ ഫോർച്യൂണർ നമുക്ക് കത്തിച്ചളയാം. ഇതെന്തത്? പോലീസൊക്കെ വന്നല്ലോ. എന്നാ പിന്നെ പോലീസുകാരും തീർത്തളയാം, ഇവരെയും വെറുതെ വിടണ്ട. ചാവട അങ്ങോട്ട്, ചാവ്. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാ പോലീസുകാരെയും തീർത്തളഞ്ഞുട്ടാ, ഒരാളിനും ബാക്കി വെച്ചില്ല. അവിടെ ഒരാൾ വരുന്നുണ്ടല്ലോ, ഒരാൾ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇയാളെ സ്നൈപ്പർ വെച്ച് കൊല്ലാം. എന്നാ പിടിച്ചോ. അങ്ങനെ അയാളുടെ കാര്യത്തിലും തീരുമാനമായി. ഇനിയിപ്പോൾ സീനില്ല, നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോവാം. ആ ഗുണ്ടാളുടെ വിചാരേ അവർ വലിയ ആൾക്കാരാന്ന്, പക്ഷെ അവർക്കറിയില്ല ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാന്ന്. എനിക്ക് ഗ്യാങ് ഇല്ല, ആക്ച്വലി ഗ്യാങ്സ്റ്റർ അല്ല, മോൺസ്റ്ററാ. എൻ്റെ അടുത്ത് കളിച്ചത് ഒട്ടും ശരിയായില്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ബൈക്ക് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് ബെന്നിയുടെ വർക്ക്ഷോപ്പാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടെ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആ വർക്ക്ഷോപ്പിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ ആ വർക്ക്ഷോപ്പിൽ വന്നേക്കാം. ഇനി നമുക്ക് ഈ ബൈക്ക് പെടയിട്ട് മോഡിഫൈ ചെയ്യാം. ഇതിൻ്റെ കളർ മാറ്റണ? കളർ മാറ്റണ്ടട്ടാ, റെഡ് കളറിൽ കാണാൻ ഭംഗിയുണ്ട്. തൽക്കാലം നമുക്ക് ഇതിൻ്റെ അലോയ്സ് മാറ്റാം. ഏത് അലോയ്സ് വയ്ക്കുക? ഇത് കുഴപ്പമില്ലട്ടാ, ഈ അലോയ്സ് നൈസായിട്ടുണ്ട്. അലോയ്സിന് റെഡ് കളർ കൊടുക്കാം.
ഇതിന്റെ സൈസ് ഒന്നും കൂട്ടണില്ല ഏട്ടാ. സൈസ് കൂട്ടിയാലേ ചിലപ്പോൾ ബോറാവും. അത് ഫ്രാങ്ക്ലിന് ഇഷ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിൽ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്മോക്കിന്റെ കളറ് റെഡും കൊടുക്കാം. തൽക്കാലം ഇത്രയൊക്കെ മതി. അപ്പോഴും നമ്മുടെ വണ്ടി കാണാൻ നൈസായിട്ടുണ്ട്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രാങ്ക്ലിൻ്റെ അടുത്തേക്ക് പോവാം. ഞാൻ പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തില്ലേ, അതുകൊണ്ട് ഈ വണ്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടാ. അത് മാത്രല്ല, നമ്മുടെ ആളിതേ വണ്ടി വീലടിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏതായാലും നൈസായിട്ടുണ്ട്. ഒരു മിനിറ്റ്, എന്നെ ആരെ വിളിക്കണ്ടല്ലോ. ആ ഫ്രാങ്ക്ലിൻ വിളിക്കുന്നുണ്ട് കേട്ടാ. എടാ ഫ്രാങ്ക്ലിന് എന്തായി? എടാ ജാക്കേ, ഞാൻ വണ്ടിയൊക്കെ കൊണ്ടുവന്നു. നമ്മുടെ സിറ്റിയിൽ ഒരു പാർക്കില്ലേ, ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ ബൈക്കും കൊണ്ട് അങ്ങോട്ടേക്ക് പോരെ? ആണോ? എന്നാ ശരി, ഞാനിപ്പോൾ പാർക്കിൽ വരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫ്രാങ്ക്ലിൻ നമ്മളെ വിളിച്ചേക്കാണ് കേട്ടാ. അവനവിടെ പാർക്കിൽ വന്നു എന്നാ പറയണേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്കും കൊണ്ട് നേരെ പാർക്കിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ പാർക്കിൽ വന്നേക്കാ. ഈ ബൈക്ക് നമുക്ക് തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഫ്രാങ്ക്ലിൻ പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. ഫ്രാങ്ക്ലിൻ ആ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വണ്ടി. ഇതിനെ പിഗ് കാർ എന്ന് പറയാ. ഇത് പക്ഷെ ഗോൾഡിന്റെ വണ്ടിയാണ് കേട്ടാ. കാണാൻ നൈസായിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.